ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് സാധാരണ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുള്ള ഒരു സ്നാക്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു എന്തൊക്കെ ഐറ്റംസാണ് അതിനുള്ള ഞാൻ നോക്കിയേ. ഇത് വെല്ലമാണ്. വെല്ലം നമ്മൾ ഒരാണി വെല്ലമാണ്. ഇത് നമ്മുടെ പഴഞ്ചക്കയില്ലേ, പഴഞ്ചക്കയാണ്. ഇത് അവലാണ്. ഇത് തേങ്ങ, കുറച്ച് തേങ്ങ, ഒരു മുക്കാമുറി തേങ്ങയേ ഉണ്ടാവുള്ളൂ. ഇത് ഗ്രൗണ്ട് നട്ടാണേ. അവരില്ലേ, ഒരു ചെറുതായിട്ടൊന്ന് അത് വറുത്തെടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. അതേപോലെ നമ്മുടെ ഗ്രൗണ്ട് നട്ടും ഇതിലിട്ടിട്ട് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇല്ലേ, പഴഞ്ചക്കയുടെ കുരുവൊക്കെ റിമൂവ് ചെയ്താണ്. പഴഞ്ചക്കയാണ്. ചില ഏരിയയിൽ കുഴഞ്ചക്ക എന്നൊക്കെ പറയും. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിയാക്കി കഴിഞ്ഞു. അതിനെ ഇനി മിക്സ് ചെയ്യണം. എന്താണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഹൈജീനിക്കായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കൂടാതെ ഈ നഖത്തിലൊക്കെ നമ്മൾ ഈ ഫുഡ് പാർട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുഴുക്കടിയൊക്കെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബെറ്റർ നമ്മൾ എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ട് ഇതൊക്കെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് ഷോയും. അതായത് അവിലെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അവിലാണ്. പിന്നെ വെല്ലം, ഇത് വെല്ലാണ്. വെല്ലവും പിന്നെ തേങ്ങ, ഓരോ കപ്പാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഓക്കെ, ഇത് വളരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏകദേശം ഒന്ന് മിക്സ് ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് കൂടി ചേർക്കുക. നമ്മുടെ ചക്കയും കൂടി ചേർക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. സൂപ്പറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് മിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രൗണ്ട് നട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രൗണ്ട് നട്ട് ചേർത്താൽ പിന്നെ അധികം മിക്സ് ചെയ്യേണ്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണമെന്ന് തോന്നുന്നവർ മാത്രം കുറച്ച് ജീരകം ഇടാം. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ജീരകം ഇടും. അപ്പോൾ ഇനി ഒന്നുകൂടി നന്നായിട്ട് അത് ജീരകം ചേർത്തതിന് ശേഷം സൂപ്പറായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെ ഓരോ ഉരുളകളാക്കി ഇതിങ്ങനെ സൂപ്പർ വെയിൽ ഒരു ഉരുളയാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. സൂപ്പർ വെയിൽ ഉരുട്ടിയെടുക്കുക. നല്ലൊരു ചോക്ലേറ്റ് പോലെ, ലഡു പോലെ ഉരുട്ടിയെടുക്കുക. നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മളെ ഫുഡ് റെഡിയായേ. നമ്മുടെ സൂപ്പർ സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കൽ എളുപ്പമാണ്, പക്ഷെ ക്ലീനിങ് ആണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഓക്കെ, ക്ലീനിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറുമ്പ് വരും. അതുകൊണ്ട് ഇത് ഡെയിലി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം എന്നുള്ളത്. ഇപ്പം മടി പിടിക്കുന്ന ദിവസങ്ങളിലൊന്നും ഞാനെടുത്ത് ഫുഡ് ഉണ്ടാക്കില്ല, ആ ഹോട്ടലിൽ പോയി കഴിക്കും. അപ്പോൾ എന്താണെന്ന് ക്ലീനിങ് വിചാരിച്ചാണ്. അല്ല പിന്നെ ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും വരാം. ഇവിടെ ഞാൻ ഒറ്റക്കാരുണ്ട്, ഞാൻ തന്നെ ക്ലീൻ, മനസ്സിലായോ? അപ്പോൾ ചായ ഉണ്ടാക്കുന്നത് ഞാനൊരു എളുപ്പ വഴിയാണ്. കാരണം ഇതിലേക്ക് ഒഴിച്ച് ഈ പാല് ഇതിൽ ഒഴിച്ചിട്ട് ചായ പറിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ ഈ പാത്രം തേച്ച് തന്നേണ്ട പണിയല്ലേ, അത് ഒഴിവാക്കി കിട്ടും. അത് ഓൾറെഡി ഇത് ചൂടാക്കി വെച്ച പാലാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഈ പാലിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ, സൂപ്പർ ചായ റെഡിയല്ലേ? ഇതാണ് എൻ്റെ ചായ. അപ്പം ഇത് കഴുകാൻ അത്ര പണിയില്ല, ഇത് എളുപ്പത്തിൽ കഴുകാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ, കാരണം അതിൽ കട്ടൻ ചായയുടെ ഭാഗമുണ്ട്, പാലൊരിക്കലും അതിലുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു എളുപ്പ വഴി. സൂപ്പർ ടേസ്റ്റ്. സൂപ്പർ മീൻസ് സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കും. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് ചായയാണ്. ഈ ചായയൊക്കെ പ്രത്യേകത പഞ്ചസാര ഇടില്ല. എല്ലാവരും വിചാരിക്കും പഞ്ചസാര വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്. അതല്ലേ, മധുരമുള്ള ഒരു കാര്യത്തിൻ്റെ കൂടെ പിന്നെയും പഞ്ചസാരയുള്ള ചായ കുടിക്കുമ്പോൾ ടേസ്റ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടാതെയാണ് ഈ ചായ ഉണ്ടാക്കിയത്. ഇത് മുഴുവൻ ഞാൻ സൂപ്പർ ടേസ്റ്റ്. മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓക്കെ.